ഒരു റെസ്പോൺസീവ് ആയിട്ടുള്ള ഡിസൈൻ ഫിഗ്മയിൽ നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അതിന് നമ്മളൊരു പ്ലഗിൻ യൂസ് ചെയ്യാറുണ്ട്. ഈ ഒരു പ്ലഗിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെബ് ബ്രൗസറിൽ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബ്രേക്ക് പോയിന്റ് എന്താണെന്ന് മനസ്സിലായില്ല അല്ലേ? ഡെവലപ്പേഴ്സ് റെസ്പോൺസീവ് ഡിസൈനെ ഡിഫറെൻറ്റ് ലേഔട്ടിൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ബ്രേക്ക് പോയിന്റ്. എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഈ മൂന്ന് സ്ക്രീൻ, ഒന്ന് ഡെസ്ക്ടോപ്പിൻ്റെ സൈസിലും ഒന്ന് ടാബിൻ്റെ സൈസിലും വന്നിട്ട് മൊബൈലിൻ്റെ സൈസിലുമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ മൂന്ന് ഡിസൈനും ഒരു ഫ്രെയിമിൽ റെസ്പോൺസീവ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്ലഗിനാണ് ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്ന പ്ലഗിൻ. ബ്രേക്ക് പോയിന്റ് എന്ന പ്ലഗിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ ഡിസൈൻ അടുത്ത ലേഔട്ടിലേക്ക് മാറണം. അങ്ങനെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ കഴിയും. അതിനായിട്ട് ആദ്യം നമ്മൾ അസറ്റ് പോയതിനു ശേഷം പ്ലഗിൻസിൽ ഇവിടെ ബ്രേക്ക് പോയിന്റ് എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം ഈ പ്ലഗിൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇവിടെ ഓപ്പൺ ആക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ബോക്സ് ഇവിടെ ഓപ്പൺ ആയി വരും. അതിൽ ന്യൂ അഡ്ജസ്റ്റ്മെൻറ്റ്, അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഫ്രെയിം ഇവിടെ ഓപ്പൺ ആയി വരും. അതിനുശേഷം 3 ബ്രേക്ക് പോയിന്റ് നമ്മൾ സെറ്റ് ചെയ്യണം. ഒന്ന് ടാബിൻ്റെയും ഒന്ന് മൊബൈലിൻ്റെയും ഒന്ന് വെബ്സൈറ്റിൻ്റെയും. അപ്പോൾ നമ്മൾ ഇവിടെ ഓൾറെഡി 2 ബ്രേക്ക് പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ 2 പ്രാവശ്യം പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ 3 ബ്രേക്ക് പോയിന്റ് ഇവിടെ ഇങ്ങനെ പോയിന്റ് കൊടുക്കുക. നമുക്കിവിടെ വാല്യൂ കൊടുക്കേണ്ട 3 ബ്രേക്ക് പോയിന്റ് ഇവിടെ കാണിച്ചു തരും. അത് 4 കാണും. ഫസ്റ്റ് കാണുന്നതിൽ നമ്മൾ ഇവിടെ കാണുന്ന വെബ്സൈറ്റിൻ്റെ വിഡ്ത്ത് കൊടുക്കണം. സെക്കൻഡ് കാണുന്നത് ഇവിടെ കാണുന്ന ടാബിൻ്റെ, തേർഡ് വന്നിട്ട് ഇവിടെ കാണുന്ന മൊബൈലിൻ്റെ. ആദ്യം നമ്മൾ ഈ മൊബൈൽ ഡെസ്ക്ടോപ്പിൽ സെലക്ട് ചെയ്യുക. അതിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് നോക്കുക, അത് നമ്മളിവിടെ കൊടുക്കുക. സെക്കൻഡ് നമ്മൾ ടാബിൻ്റെ സൈസ് എത്രയാണെന്ന് ഇവിടെ നോക്കുക, അത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫ്രെയിം സെലക്ട് ചെയ്യുമ്പോൾ ഈ ബോക്സ് ഓപ്പൺ ആയി വരും. അത് നമ്മളിവിടെ കൊടുക്കുക. മൊബൈലും അതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ നമ്മൾ ബ്രേക്ക് പോയിൻറ്റിൻ്റെ ഫ്രെയിം ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ അതായത് സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് നമ്മൾ ബ്രേക്ക് പോയിന്റ് വന്നതായിട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് ഈ ലാസ്റ്റ് കാണുന്ന ഈ പ്ലസ് ചിഹ്നം അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഡെസ്ക്ടോപ്പിൻ്റെ ലേഔട്ട് ഒന്ന് സെലക്ട് കൊടുക്കുക. രണ്ടാമത് അടുത്ത പ്ലസ് ചിഹ്നത്തിൽ സെലക്ട് ചെയ്യുക. അടുത്ത ടാബിൻ്റെ ലേഔട്ട് സെലക്ട് കൊടുക്കുക. മൂന്നാമത് മൊബൈലിൻ്റെ ഇതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ലേഔട്ട് ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക. ഓക്കെ, അതിൻ്റെ നമുക്കൊന്ന് റീസൈസ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, അത് കറക്റ്റ് ആ ബ്രേക്ക് പോയിന്റ് എത്തുമ്പോൾ സൈസ് മാറും. തിരിച്ച് അടുത്തതിലെത്തുമ്പോൾ അത് കഴിഞ്ഞ് സൈസ് മാറും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് മാത്രം ഇത് റെസ്പോൺസീവ് ആവത്തില്ല. അത് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന ഡിസൈൻ കോൺസ്ട്രെയിൻസും ഓട്ടോ ലേഔട്ടും നമ്മൾ ഈ ഡിസൈൻ ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ലേഔട്ട് ഈ പ്ലഗിൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് റെസ്പോൺസീവ് ആകത്തുള്ളൂ. വേറൊരു കാര്യം നിങ്ങളിവിടെ ശ്രദ്ധിച്ചാണെന്ന് വിചാരിക്കുന്നു, നമ്മളെപ്പോൾ ഈ ഡിസൈനെ ബ്രേക്ക് പോയിന്റ് സെലക്ട് ചെയ്തോ അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് കോമ്പണൻ്റ് ആയിട്ട് മാറിക്കഴിയും.